പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം. നിങ്ങളുടെ നാളെയിൽ നാളെ 2025 മാർച്ച് 1-ാം തീയതി, അതായത് 1200 കുംഭമാസം 17-ാം തീയതി മന്ദവാരം ശനിയാഴ്ച. നാളെ തൃശ്ശൂർ പ്രാദേശിക സൂര്യോദയം കാലത്ത് 6:43 അസ്തമയം വൈകിട്ട് 6:31 നാളത്തെ നക്ഷത്രം പുരൂരുട്ടാതി നക്ഷത്രമാകുന്നു. പുരൂരുട്ടാതി ശനിയാഴ്ച പ്രായണ അത്ര ഗുണമുള്ള ഒരു ദിനവും നക്ഷത്രവുമല്ല. മുപ്പൂരം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൂരം, പൂരാടം, പുരൂരുട്ടാതി ഇതൊന്നും തന്നെ ഒരു ശുഭകാര്യങ്ങൾക്ക് നാം സ്വീകരിക്കാറില്ല. മുപ്പൂരം നേരെ മറിച്ച് ഉത്രത്രയം, ഉത്രം, ഉത്രാടം, ഉത്രട്ടാതി ഈ നക്ഷത്രങ്ങൾ എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുകയും ചെയ്യുന്നു. നാളത്തെ ദിനം നിങ്ങൾക്ക് നിർബന്ധമായും ശനിയാഴ്ചയാകയാൽ ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യം, ഗത ഒപ്പിക്കൽ തുടങ്ങിയ കർമ്മങ്ങൾ വഴിപാടായി അനുഷ്ഠിക്കാവുന്നതാണ്. അടുത്തുള്ള ഹനുമാൻ ക്ഷേത്രത്തിൽ സന്ദർശിക്കുക. അവിടെ ശ്രീരാമസ്വാമിയോ മഹാവിഷ്ണുവോ പ്രധാന ദേവതകളായി അമ്പലത്തിലുണ്ടാകാം. ഉപദേവനായാണ് ഹനുമാനെ എല്ലാ സ്ഥലത്തും പ്രതിഷ്ഠിക്കാറുള്ളത്. അതിനാൽ ശ്രീരാമസ്വാമിക്ക് അല്ലെങ്കിൽ വിഷ്ണുവിന് പാൽപ്പായസം പുഷ്പാഞ്ജലി വഴിപാടായി സമർപ്പിക്കുക. നാളത്തെ രാഹുകാലം കാലത്ത് 9 മണി മുതൽ 10:30 വരെയുള്ള സമയമാകുന്നു. നാളെ പുരൂരുട്ടാതി നക്ഷത്രം കാലത്ത് 11:25 വരെയാണുള്ളത്. 11:25 കഴിഞ്ഞാൽ ഉത്രട്ടാതി നക്ഷത്രമാണ് നാളെ സംജാതമാകുന്നത്. നാളത്തെ തിഥി വെളുത്തപക്ഷത്തിലെ ദ്വിതീയ തിഥിയാകുന്നു. പുരൂരുട്ടാതി നക്ഷത്രം ഒരു ശുഭകാര്യത്തിൽ നാം സ്വീകരിക്കാറില്ല. പക്ഷേ ഉത്രട്ടാതി നക്ഷത്രം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാ ശുഭകാര്യങ്ങൾക്കും സ്വീകരിക്കാവുന്നതാണ്. ഉത്രത്രയത്തിൽപ്പെടുന്ന നക്ഷത്രമാകുന്നു. ഒരു നക്ഷത്രത്തിലെ വ്യത്യാസത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, എന്തൊക്കെ മാറുന്നു. പൂരം, പൂരാടം, പുരൂരുട്ടാതി ഗുണമില്ല. നേരെ മറിച്ച് അതിനപ്പുറത്തുള്ള ഉത്രം, ഉത്രാടം, ഉത്രട്ടാതി ഇതെല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്നു. നാളത്തെ ശുഭ മുഹൂർത്തം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. 11:30 മുതൽ 1 മണിവരെ നിങ്ങൾക്കുള്ള എല്ലാ ശുഭകാര്യങ്ങൾക്കും അനുകൂലമായ സമയമായി നിങ്ങൾക്ക് സ്വീകരിക്കാം. അത് ധനപരമായ വിഷയത്തിലായാലും മറ്റ് വിഷയങ്ങളിലൊക്കെ ആയാലും രാഹുകാലം കഴിഞ്ഞുള്ള ആ സമയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാ ശുഭകാര്യങ്ങളും അനുഷ്ഠിക്കാവുന്നതാണ്. നാളത്തെ കാലത്തെ പ്രാർത്ഥന ഞാൻ പറഞ്ഞു. വൈകിട്ടത്തെ സമയത്ത് ഉത്രട്ടാതി നക്ഷത്രമാകയാൽ നിങ്ങൾക്ക് ശനീശ്വരന് അല്ലെങ്കിൽ അയ്യപ്പന് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹനുമാൻ സ്വാമിക്ക് തന്നെ നെയ്വിളക്ക് സമർപ്പിക്കാം. അപ്രകാരം തന്നെ ഹനുമാൻ സ്വാമിക്ക് പ്രിയപ്പെട്ട വഴിപാടുകളൊക്കെ തന്നെ നിങ്ങൾക്ക് സമർപ്പിക്കാം. ഓം ശം ശനീശ്വരായ നമഃ എന്ന പ്രാർത്ഥന നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. ഞാൻ ശനീശ്വരനെ നമസ്കരിക്കുന്നു. ഉത്രട്ടാതിയും ശനിയാഴ്ചയും വരുന്ന ദിവസം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് 7:30 ശനി ഉണ്ട്. അതിനാൽ അതിൽ നിന്ന് മോചനം ലഭിക്കാൻ ഈ പറഞ്ഞ നെയ്വിളക്കാകാം, ഈ പറഞ്ഞ മന്ത്രമാകാം. അപ്രകാരം തന്നെ ശനിയെ നമ്മുടെ വരുതിയിൽ വരുത്തുവാൻ, ഇഷ്ടസ്ഥനാക്കാൻ വേണ്ടി നിങ്ങൾക്ക് നീജാനാം അന്നദാനം സ്യാത്, ഒന്നുമില്ലാത്ത വ്യക്തികൾക്ക്, പാവങ്ങൾക്ക്, ഗരീബിയോം കേലിയെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അന്നദാനം ചെയ്യാം. ആ അന്നദാനത്തിലൂടെ നമുക്ക് എല്ലാ ഫലങ്ങളും ലഭിക്കുമെന്നാണ് വിശ്വാസം. അന്നദാനാത് ഫലത്രയം, എല്ലാ ഫലങ്ങളും അന്നദാനത്തിലൂടെ ലഭിക്കുന്നു. അതിനാൽ അന്നദാനം നാളത്തെ ദിനം നിങ്ങൾക്ക് വിശേഷാൽ ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ പലപ്പോഴും നാട്ടിലുള്ള ധർമ്മദേവ സങ്കേതത്തിൽ മുത്തപ്പൻ്റെയും അതേ രീതിയിൽ തെയ്യത്തിൻ്റെയും സമയമാകുന്നു. ധർമ്മദേവ സങ്കേതങ്ങളിൽ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് തങ്ങളുടെ ധർമ്മദേവ സങ്കേതത്തിൽ അവിടെ ധർമ്മദേവതകൾക്ക് അന്നദാനത്തിന് സംഭാവന ചെയ്യുന്നത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. പ്രത്യേകിച്ച് ശനിയാഴ്ച. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ലൊരു നാളെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.